സാർ ഫ്രെയിം നോക്കിയാണോ? ഏയ് ഫ്രെയിം നോക്കിയല്ല, എന്റെ ഈ രണ്ടുപേരിൽ ഏതാണ് വളഞ്ഞിരിക്കുന്നത് നോക്കിയാണ്. ആ എന്താണ് വിളിച്ച കാര്യം പറയൂ സൂപ്പർട്രേറ്റർ. വിട്ടേട്ടെന്ന് വിളിക്കണ്ട, എഴുത്തുകാരാന്ന് വിളിച്ചാ മതി. എന്നാ പറയൂ നെയ്ത്തുകാരാ. നെയ്ത്തുകാരനല്ലേ എഴുത്തുകാരൻ. നീ പണ്ട് നെയ്ത്തുകാരനായിരുന്നല്ലേ, ഇപ്പോഴല്ലേ എഴുത്തുകാരൻ. നീ എന്റെ ജാട കാണിക്കല്ലേ കേട്ടാ പ്രഭാകര. ശരിക്കും പറഞ്ഞാൽ എന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് എനിക്ക് ഹിമാലയത്തിൽ വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം. നിനക്ക് ഹിമാലയത്തിലല്ലേ? എന്റെ ആദ്യത്തെ ഡയറക്ഷൻ നൈനറ്റോളിൽ വേണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഓസ്ട്രേലിയ വെച്ചൊരു പാർട്ടി സീൻ എടുത്താലോ? കൊള്ളാം, നമുക്ക് കങ്കാരിനെയും കാണാം. എങ്ങനെയൊക്കെ ആയെങ്കിലും ആദ്യത്തെ ഷോട്ട് നമ്മുടെ ട്രെയിനെ വെച്ചായിരിക്കണം. അതാണ് ട്രെയിനെ വെച്ചെടുക്കുന്നത്. ഞാൻ ഇതേവരെ ട്രെയിനെ പോലും കയറിയിട്ടില്ല. അതാണ് എന്തെങ്കിലും ഒരു ചാൻസ് അങ്ങനെ കിട്ടുള്ളൂ. നമ്മുടെ പ്രൊഡ്യൂസർ വരുന്നുണ്ട്. പ്രൊഡ്യൂസർ വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം വളരെയധികം ഭംഗിയായി കഴിഞ്ഞു മാഡം. അതായത് എല്ലാം ഓക്കെയാണ്. ഇനി ഷൂട്ടിംഗ് എവിടെ എപ്പോൾ എങ്ങനെ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. എന്താ നിങ്ങളെ വിശേഷം അവിടെ? അയ്യോ അറിഞ്ഞില്ല ചേട്ടൻ, ഞാനൊരു പുതിയ സീരിയൽ പിടിക്കാൻ പോവാ. ഇത് ഡയറക്ടർ, ഇത് സ്ക്രിപ്റ്റ് അല്ല, സ്ക്രിപ്റ്റ്. നെയ്ത്തുകാരൻ. അതെ, ഞാൻ സൂപ്പർസ്റ്റാർ ഡയറക്ടർ കെ സുന്ദരൻ. നമസ്കാരം. I am CK മനോഹർ. എന്താ നിങ്ങളെ സീരിയലിന്റെ ഒരു പേര്? സീരിയലിന്റെ പേര് നല്ല പേരാണ്. അവിടുന്ന് കിട്ടി, ഇവിടുന്ന് കിട്ടി, അവിടുന്ന് കിട്ടി, ഇവിടുന്ന് കിട്ടി. ഞാനിട്ട പേരാണ്. അതായത് നമ്മുടെ സീരിയലിന്റെ, നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചാറ്റിടുപോലെ കടന്നില്ലാവുന്ന ഒരു പേരാണ്. അവിടുന്ന് കിട്ടി, ഇവിടുന്ന് കിട്ടി. ഒരു 400 എപ്പിസോഡോടെ ഞങ്ങൾ ഉന്നം വെക്കുന്നു. ഇതൊരു സൂപ്പർ ഹിറ്റ് സീരിയൽ ആയിരിക്കും. അവിടുന്ന് കിട്ടി, ഇവിടുന്ന് കിട്ടി. നമുക്കൊക്കെ വേഷം ഉണ്ടല്ലോ അല്ലേ? അയ്യാ ഇതിൽ അങ്ങനെ എങ്ങനെയൊന്നും അഭിനയിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ വേഷം ഉണ്ടാകാത്തതിന്റെ കുഴപ്പമുള്ളൂ ഇവിടെ. പിടിക്കാൻ പോയപ്പോ ഇത്ര വലിയ പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? പോയ ഇതെന്താണ് ഞാൻ സീരിയൽ പിടിക്കാത്തത്? പിടിച്ചു കഴിഞ്ഞാൽ ചാൻസ് വെച്ചോണ്ട് വന്നോളൂ. അപ്പൊ പിന്നെ എന്തായി കാര്യങ്ങൾ? ലൊക്കേഷൻ നമുക്ക് പ്ലാൻ ചെയ്യട്ടെ. പ്ലാൻ ചെയ്യാം. ഞങ്ങൾ ലൊക്കേഷൻ പ്ലാൻ ചെയ്തത് ഓസ്ട്രേലിയ വെച്ചാണ്. നമുക്ക് ഓസ്ട്രേലിയ പറ്റും. നമുക്ക് ബെൽജിയം ആക്കിയാലോ? ബെൽജിയമാണ്. ബെൽജിയത്തിൽ വെളിച്ചം കുറവായിരിക്കും. ഒന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ അമേരിക്കൻ ഐക്യനാട്ടിൽ പോയിട്ട് അവിടെ ആംസ്ട്രോമിൽ ചെയ്യാം. അവിടെ ഒരു അമ്മാവനുണ്ട് എന്റെ. അവ കുഴപ്പമൊന്നും. ഹലോ, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് മാറി തരാമോ? ഞാൻ വേറെ ആളെ വെച്ച് ഷൂട്ട് ചെയ്യാം. അയ്യോ ഞങ്ങളെ മാറ്റരുത്. ഞങ്ങൾ ഏത് ഓടെയെങ്കിലും കിടന്ന് ഷൂട്ട് ചെയ്യാം. അങ്ങനെ മര്യാദക്ക് പറ. ഞാൻ ഇവിടെ അടുത്തൊരു കോളനിയില് ലൊക്കേഷൻ കണ്ടുവച്ചു, നമുക്ക് അങ്ങോട്ട് പോകാം. മതി. പിന്നെ നമ്മൾ തമ്മിൽ എന്താണ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ്? ഞങ്ങൾ കണ്ട ലൊക്കേഷൻ ഈ വീടാണോ? ഇതാണ് നമ്മൾ ഉന്നം വെച്ചിരിക്കുന്ന വീടല്ലേ? അതെ ഇത് തന്നെ. സന്ദർഭം പറ. ഇനി സന്ദർഭം. കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യേണ്ട സന്ദർഭം പറ. രാത്രി നിഗൂഢമായ രീതിയിൽ, അതിനിഗൂഢമായ രീതിയിൽ 3 പേർ വരുന്നു, ഇവിടെ വരുന്നു, ഇവിടെ മുഴുവൻ നിരീക്ഷിക്കുന്നു. 4 ഗുണ്ടകൾ അവിടെ നിന്ന് വരും. 4 ഗുണ്ടകൾ അവിടെ നിന്ന് വരും. 4 ഗുണ്ടകൾ അപ്പുറത്തുനിന്ന് വരും. 4 ഗുണ്ടകൾ അതിന്റെ അപ്പുറത്തുനിന്ന് വരും. അവിടുന്ന് വരട്ടെ. അങ്ങനെ എല്ലാ ഗുണ്ടകളും കൂടി ഈ വീട് വളയുന്നു. ഒരു ഗുണ്ട ഡോർ തുറക്കുന്നു, ബെല്ലടിക്കുന്നു. ക്ലോറോഫോം മണത്തുന്നു. പെൺകുട്ടി എഴുന്നേറ്റ് വരും. ഡോർ തുറന്ന് പുറത്തു വരുമ്പോൾ ഒരു വില്ലൻ ഗുണ്ട ക്ലോറോഫോം മണത്തിക്കുന്നു. പെൺകുട്ടി ബോധം കുട്ടി വീഴുന്നു. ഗുണ്ടകൾ താങ്ങിയെടുക്കുന്നു, വണ്ടിയിൽ കയറ്റുന്നു, കിഡ്നാപ്പ് ചെയ്യുന്നു. ഞാനില്ലാത്ത സമയത്ത് എന്റെ വീട് നോക്കിയിട്ട് എന്റെ ഭാര്യ തട്ടിക്കൊണ്ട് പോകുന്നു. ചെവന്മാരാടായത്. രാത്രി തന്നെ ഓക്കെ. ഞാൻ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞേക്കണേ. അവസരമാണ്. ഞാനില്ലാത്ത സമയത്ത് നീയൊക്കെ കൂടി എന്റെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്യണം. ഇപ്പോഴാണ് നിങ്ങളുടെ സീരിയലിന്റെ പേര് ശരിയായത്. അവിടെ നിന്നും കിട്ടി, ഇവിടെ നിന്നും കിട്ടി. ഭാസ്കര, എന്നെ കണ്ടു കഴിഞ്ഞാൽ നീയാണ് മുതലാളിയെന്ന് തോന്നുന്നല്ലോ. മുതലാളിന്റെ മകന്റെ ഷർട്ടാണിത്. നീ ഇത്ര വെളുപ്പൊന്നുമില്ലല്ലോ. മുതലാളിന്റെ മകൻ മരിച്ചില്ല, അപ്പൊ മോന്റെ മേക്കപ്പ് ഒക്കെ എടുത്ത് മുഖത്ത് പരിപ്പുത്തിതാ. നീ എന്താക്കിയായിരുന്നു ഇത്ര നേരം? ഞാനും നമ്മുടെ വേലക്കാരില്ല ഇവിടെ ഉള്ളേ. നീ വേലക്കാരി? നമ്മുടെ നീ വേലക്കാരി എന്താക്കായിരുന്നു? അതെങ്ങനെയാ ഇപ്പൊ മുതലാളിനോട് പറയടാ. നീ വേലക്കാരി എന്താക്കായിരുന്നു? ഞാനും വേലക്കാരിയും കൂടെ നമ്മുടെ കിണറിന്ന് വെള്ളം മുക്കിയായിരുന്നു. അപ്പോഴേ എനിക്കിന്ന് ഒരുപാട് ടെൻഷനുള്ള ദിവസമാണ്. അപ്പോൾ അറിയാലോ, എൻ്റെ മകളുടെ കല്യാണം ഏകദേശം ഫിക്സ് ആയ മാതിരിയാണ്. സാറിന്റെ മകളുടെ കല്യാണം ഫിക്സ് ആയി? അംബികയുടെ.
അംബികയുടെ കല്യാണം ഫിക്സ് ആയി. അതെ, അതെ. അപ്പൊ മറ്റേ ഗർഭമുണ്ടാക്കിയ കേസ് എന്തായി? ഏത്? മകക്ക് വേറൊരു ഇതില്ലായിരുന്നു, ഒരു ലൈന കേസ്. നീ കല്യാണം മുടക്കാനല്ല, കല്യാണം നടത്താനാണ്. മനസ്സിലായി? അത് സത്യത്തിൽ അതെന്തായി? വലിയ മുതലാളിമാരാകുമ്പോ പല ടെൻഷൻ ഉണ്ടാവും. നീ അതിലിടപെടണം. നീ ഇവിടുത്തെ വെറും സർവന്റാ. മനസ്സിലായില്ലേ? അപ്പൊ ഷട്ട് യു ബ്ലഡി മൗത്ത്. മനസ്സിലായി? അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാം. ഇന്ന് ഒരുപാട് ടെൻഷൻ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാം. അപ്പോഴേ ഇന്ന് എന്നോട് ഭണ്ഡാരി കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭണ്ഡാരി. അപ്പൊ നീ അത് ഉടനടി പെട്ടെന്ന് മേടിച്ചു കൊണ്ടുവരും. പെട്ടെന്ന് ഉടനടി ഞാൻ മേടിച്ചോണ്ട്. അതെ, അതെ. ഓക്കെ. എന്തൊക്കെയാണ് മേടിക്കേണ്ടത്? അപ്പൊ നീ ഒരു 20 കിലോ മട്ടൻ. 20 കിലോ മട്ടൻ. ഓക്കെ. കേട്ടോ. ഒരു 50 കോഴിമുട്ട. 50 കോഴിമുട്ട. ഓക്കെ. പിന്നെ ഒരു 5 ലിറ്റർ വെളിച്ചെണ്ണ. 5 ലിറ്റർ വെളിച്ചെണ്ണ. ഓക്കെ. കേട്ടോ. പെട്ടെന്ന് വരണം. നമ്മുടെ ഈ ഫംഗ്ഷൻ വേണ്ടിട്ട്. ഈ ഫംഗ്ഷന് വേണ്ടി പെട്ടെന്ന് വരണം. ഭണ്ഡാരി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഡ്രസ്സൊന്നും കുഴപ്പമില്ല. അപ്പൊ നീ പെട്ടെന്ന് പോയി വന്നാൽ മതി. ഒരു കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞത് ഇവിടുത്തെ സർവന്റിനില്ല. എത്ര നേരമായി അവൻ പോയിട്ട്. പോയടോ, പട്ടി പോയി. ഇവിടെ നീ എത്ര നേരം എന്താക്കിയായിരുന്നോ? ഇങ്ങോട്ട് നീ ഇത്ര നേരം എന്താക്കിയത്? പട്ടി പോയി. മുതലാളി എന്നോട് എന്താ പറഞ്ഞേ? ഞാൻ തന്നോട് എന്താ പറഞ്ഞു? 20 കിലോ അട്ടർച്ചി പറഞ്ഞില്ലേ? അതെവിടെ? ഞാൻ വരുന്ന സമയത്ത് ഒരു പട്ടി എന്റെ പിറകെ ഓടി വരുന്ന സമയത്ത് ഈ പട്ടിക്ക് ഓരോ ആട്ടിറച്ചി ഇങ്ങനെ ഇട്ട് കൊടുത്തു. ആട്ടിറച്ചി തിന്ന പട്ടിനടുത്ത് ആട്ടിറച്ചി തിന്ന പട്ടിനടുത്ത് ഓടി ആ 20 കിലോ ആട്ടിറച്ചി അങ്ങനെ തിന്നു പോയി. 20 കിലോ ആട്ടിറച്ചി അങ്ങനെ പോട്ടെ. 50 കോഴിമുട്ടയ്ക്ക് പറഞ്ഞു. അതെന്തായി? മുതലാളി എന്നോട് പറഞ്ഞില്ലേ, ഓടിപ്പോകുന്ന ഒരു വസ്തുവിന് കോഴിമുട്ട ഇട്ട് കൊടുത്താൽ ഇങ്ങനെ കോഴിമുട്ട ഇട്ട് കൊടുത്താല് കാല് വഴുതി പോകുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ 50 കോഴിമുട്ടയും തീർന്നു. ഇട്ട് കൊടുത്തു. 50 കോഴിമുട്ട. അത് പോട്ടെ, 5 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പറഞ്ഞിരുന്നല്ലോ. ഓടി വരുന്ന ഏത് വസ്തുവിനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ കാല് നിലത്ത് സ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. മുതലാളി എന്നെ പഠിപ്പിച്ചിട്ടില്ലേ? അത് ശരി. അപ്പൊ തൽക്കാലം എല്ലാ കാര്യങ്ങളും ഫിനിഷായി നടത്തും. എടോ, സാമാന്യം ബുദ്ധിയും വിവരമുള്ള ഒരു മനുഷ്യൻ ഒരു പട്ടി പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഞാനിപ്പോ ചെയ്തെന്താ? ഒരു കല്ലെടുക്ക, ഒരു ഒറ്റയേറ്, പട്ടി വായില്ലേ? ഞാനും അതന്നെയല്ലേ ചെയ്ത്. എന്ത്? നല്ലതുപോലെ റോഡിന്റെ സൈഡിൽ കിടന്നുറങ്ങുന്ന ഒരു പട്ടിയെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു. അതിനുശേഷമാണ് എന്റെ പട്ടി ഇങ്ങനെ കിടന്നു ഓടിച്ചത്. അപ്പോൾ മിമിക്രിക്കാരെ ആവശ്യമുണ്ട് ട്രൂപ്പ് തുടങ്ങാന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുത്തിട്ട് 2 പേരെ കിട്ടിയുള്ളൂ. സാരമില്ല, 2 പേര് ഒരു ഇന്റർവ്യൂ നടത്തി നോക്കാം. അപ്പോൾ ആദ്യത്തെ വിളിക്കാം. കൊച്ചിൻ വേലായുധൻ. മിമിക്രിക്കാരനാണല്ലേ? അതെ സർ. എന്തൊക്കെയാണ് വെറൈറ്റി മിമിക്രി ചെയ്യാൻ പോകുന്നത്? ഞാൻ വന്നിട്ട് ഇതുവരെ ആരും എടുക്കാത്ത സ്റ്റാർസിന്റെ ശബ്ദം. സിനിമാ നടന്മാരുടെ ശബ്ദമൊക്കെ എല്ലാവരും ചെയ്യുന്നല്ലോ. അല്ല, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ല സർ, ഇത് വേറെ സ്റ്റാർസിന്റെ ശബ്ദം. നമ്മുടെ സൂപ്പർ സ്റ്റാർസിന്റെ സൗണ്ട് അല്ലേ? അല്ല സർ, ഇത് വേറെ സ്റ്റാർസിന്റെ ശബ്ദം. സൂപ്പർ സ്റ്റാർസ് അല്ല, പിന്നെ വേറെ സ്റ്റാർ ഏതാ ഉള്ളത്? ഞാൻ കേൾപ്പിക്കാം. വെറൈറ്റി ആണ്. വെറൈറ്റി. അപ്പൊ ഒന്ന് കേട്ടേക്കാം. ഇവിടെ ഒന്നും കേട്ടില്ലല്ലോ. ഇതന്നെയാണ് സർ സ്റ്റാർസിന്റെ ശബ്ദം. സ്റ്റാർസിന്റെ ശബ്ദം. മുകളിലുള്ള സ്റ്റാർസിന്റെ ഇതുവരെ ആരും എടുത്തിട്ടില്ലല്ലോ. നക്ഷത്രം അതല്ലേ? അതെ. അതാണ് വെറൈറ്റി. കൊച്ചിൻ വേലായുധൻ. വേറെ എന്തെങ്കിലും ഉണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനത്തെ ഒരു പ്രസവം? ഭയങ്കര ഒരു രാത്രിയില് ഹീറോ പ്രസവിക്കുന്ന ശബ്ദം. ഹീറോയോ? ഹീറോ അല്ല, ഹീറോയിനെ പ്രസവിക്കുന്ന ശബ്ദം. ഓ, അമ്മ ഹീറോയിനെ പ്രസവിക്കുന്ന ശബ്ദം. നായകന്റെ ജനനം. ഭയങ്കര കാറ്റ്, ഭയങ്കര മിന്നല്, ഭയങ്കര മഴ. ശരിക്കും പേടിക്കും. ഓക്കെ, ചെവി ഒത്തിക്കാം. തുടങ്ങിക്കോ. അയ്യോ അമ്മ, വേദനിക്കണോ? അയ്യോ അയ്യോ, അമ്മേ പറഞ്ഞതാ വേണ്ടെന്ന് കേട്ടില്ലല്ലോ. അയ്യോ അമ്മേ, ഇനി വേലാലി ഈ പണിക്ക് ഞാൻ നിൽക്കില്ല. ഇതല്ല, വേറെ എന്തെങ്കിലും ഉണ്ട് വെറൈറ്റി? നായ്ക്കളുടെയും പട്ടികളുടെ ഒക്കെ ലവ് സീന് സിനിമയിലെ മാതിരി. സിനിമയിൽ കാമുകന്മാരൊക്കെ പ്രേമിക്കുന്ന കുറെ. ഇത് വന്നിട്ട് ഒരു നായ ഒരു പാട്ട് പാടും. അപ്പൊ പട്ടി അപ്പുറത്ത് നിന്നിട്ട് അതിന് പാട്ട് പാടും. അപ്പൊ യുഗ്മഗാനോ? യുഗ്മഗാനമാണ്. 2 രണ്ടെണ്ണം ഉണ്ട്. ഉണ്ട്. ഓക്കെ, കേട്ടോ. അപ്പൊ പിന്നെ വില്ലൻ വരുമല്ലോ.
അപ്പൊ വില്ലനും വരും സിനിമയിലല്ലേ? അപ്പൊ നായിക്കുട്ടി പ്രേമിക്കുന്നുണ്ട്, വില്ലൻ വരുന്നുണ്ട്, സിനിമയാണ്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും സിനിമ കാണുന്ന പോലെ തന്നെ എനിക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നായിക ദൂരത്തുനിന്ന്. ഇതെന്താ ഹൊറർ മിമിക്രി? വില്ലൻ വരും. ഇനി വില്ലനുണ്ട്. വില്ലൻ വരും. കേക്കട്ടെ, വില്ലൻ പേടിയായിട്ട് പട്ടോള കേന്ദ്രം പോലെ ആയിപ്പോയല്ലോ. എന്തായാലും അടുത്ത മിമിക്രിക്കാരനെ വിളിക്കാം. കൊച്ചിൻ ശിവദാസ്. എന്താ വണ്ടി ഓടിക്കുന്ന? മൈക്ക് റെഡിയാക്കിയ. മൈക്ക് റെഡിയാക്കുന്നത് എങ്ങനെയാ? മൈക്ക് റെഡിയാക്കുന്ന ഒരു മിമിക്രിക്കാരൻ നൽകിയ അല്ല 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 അങ്ങനെ പറയണം കേട്ടോ. ഒന്ന് പറഞ്ഞേ. ഹലോ. മിമിക്രി ആവുമ്പോൾ ഇത്തിരി ബേസ് ഒക്കെ വേണ്ടോ? ഇതെന്ത് ഇത്? സാരല്ല, കാണട്ടെ അതിന്റെ വെറൈറ്റി എന്തൊക്കെയാന്ന് നോക്കട്ടെ. അതായത് പടക്കം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം ശിവകാശിയാണ്. പടക്കം? അതെ. മറ്റേ പൊട്ടുന്ന പോയിട്ട് ഇങ്ങനെ മഞ്ഞ കളറൊക്കെ വരുന്നത്. അത് കൊള്ളാം. ഈ പടക്കം നമ്മളെ ചെറുപ്പകാലത്ത് ഓർമ്മ വരുന്ന ഓരോരോ പടക്കങ്ങളുണ്ട്. കുരുവി മാർക്ക്, സരസ്വതി മാർക്ക്, സിംഹം ബ്രാൻഡ്, അങ്ങനെ പല ബ്രാൻഡുകൾ. സരസ്വതി ബ്രാൻഡ്, കുരുവി ബ്രാൻഡ്, അങ്ങനെ പല ബ്രാൻഡുകളും. ഇനി ഭാവിയിൽ സിനിമാ താരങ്ങളുടെ പ്രചാരം കണക്കിലെടുത്ത് സിനിമാ താരങ്ങളുടെ ബ്രാൻഡിൽ പടക്കങ്ങൾ വന്നാൽ ആ പടക്കത്തിന് തീ കൊളുത്തിയാൽ എങ്ങനെയാ പൊട്ടുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ മലയാള സിനിമയിലെ താരങ്ങളുടെ ബ്രാൻഡിലുള്ള പടക്കം. അപ്പൊ അതിന് വെറൈറ്റി ഉണ്ടാവും. ആദ്യമായി മലയാള സിനിമയിലെ പഴയകാല അഭിനയ ചക്രവർത്തി മധു ബ്രാൻഡ് പടക്കത്തിന് തീ കൊളുത്തിയാൽ എങ്ങനെയാ പൊട്ടുക എന്നുള്ളത്. ഓക്കെ, മധുവിന്റെ പടക്കമാണ് പൊട്ടാൻ പോകുന്നത്. പട്ടി പട്ടി. അടുത്ത നടന്ന ശബ്ദം കേൾക്കട്ടെ. അടുത്തതായി കുറച്ചും കൂടി ഓൾഡ് സ്റ്റോക്ക് പടക്കമാണ്. പഴയത്. ആരാണ്? തിക്കൃഷി സുകുമാരൻ നായർ ബ്രാൻഡ്. ഓ, പല്ലില്ലാത്ത പടക്കമായിരിക്കും. റേറ്റ് കേൾക്കട്ടെ. ഈ പടക്കം വേണ്ട. തുപ്പൽ മുഴുവൻ എന്റെ മോന്തയ്ക്ക, അതുകൊണ്ട് ആ പടക്കം വേണ്ട. വേറെ ഏത് പടക്കമുള്ള? അടുത്തതായി ഒരു നനഞ്ഞ പടക്കം. നനഞ്ഞ പടക്കം, വെള്ളത്തിൽ വീണ പടക്കം. ആരാണ്? ബാലചന്ദ്ര മേനോൻ. ഓ, ബാലചന്ദ്ര മേനോൻ. അപ്പൊ എന്തായാലും പടക്കവും മാത്രമല്ലായിരിക്കും, വെടിമരുന്നും കാണും. ഉണ്ടാവും, തിരുമ്മി എടുക്കും. കാണട്ടെ. തിരുമുന്നുണ്ട് വെടിമരുന്ന്. ഇപ്പൊ കിട്ടും. ഞാൻ തിരുമ്മി തരാം. ഇനി ഏത് പടക്കമാണ്? അടുത്തതായി ഒരു കോമഡി പടക്കമാണ്. കോമഡി പടക്കം, അതുകൊണ്ട് മാള അരവിന്ദൻ. മാളയിൽ നിന്നുള്ള പടക്കം. ഓക്കെ, പറഞ്ഞേ. എന്താ കൈക്ക്? ഓക്കെ. ഈ പടക്കവും വേണ്ട കേട്ടോ. ഓക്കെ, വേറെ അവസാനമായി ഒരു ഒടുക്കത്തെ പടക്കമാണ്. ഓക്കെ, വെറൈറ്റി ആയിരിക്കും പടക്കം അല്ലേ? ഏത് പടക്കമാണ്? സുരേഷ് ഗോപി ബ്രാൻഡ്. സൂപ്പർ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയുടെ പടക്കം. വെറൈറ്റി ആയിരിക്കും. മറ്റേ സാധനം ഉണ്ടാവില്ലോ. ഓക്കെ, അപ്പൊ സൂപ്പർ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി. വരട്ടെ. എന്തത്? സമാധാനമായി.